മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും എല്ലാ സ്റ്റെപ്പുകളും മുന്നേ KHC പറഞ്ഞ കണക്ക് ചെയർമാനിലേക്ക് എത്തിച്ചേരാൻ 9 നടകൾ കടന്ന ശേഷം 10ാമത്തെ നടയിലാണ് എന്ന് പറയുന്നു. നമ്മുടെ ചില ഇതിൽ 12ാം പടി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. 12ാം പടിക്ക് ശേഷമാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആയതുകൊണ്ട് ഭഗവാനായിട്ടും ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും എന്നെ കരുതണ്ട. ഞാനൊരു സാധാരണ മനുഷ്യനും സാധാരണ നിങ്ങളെപ്പോലെ തന്നെ ജീവനും രക്തവുമുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. ഞാൻ സ്വയം വളർന്നതോ അല്ലെങ്കിൽ ഞാൻ സ്വയം അവരോധിതനായ ഒരു ചെയർമാനോ അല്ല. കാരണം ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങളെപ്പോലെ ഒരാളായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് കാലം കൊണ്ട് കടന്നു വന്ന വ്യക്തിയാണ്. ഇന്നലെ പെയ്ത മഴയ്ക്ക് കുരുത്ത ഒരു വിത്തല്ല സോജൻ എന്ന് പറയുന്നത്. കാലങ്ങളായി 2014 മുതൽ കേരളത്തിൻ്റെ മണ്ണിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നിങ്ങളുടെ ഇടയിലൂടെ ഓടി നിങ്ങൾക്ക് വേണ്ടി വളർത്തി നിങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച് രാത്രിയിൽ ഉറങ്ങാൻ പറ്റാണ്ട് പകൽ മുഴുവൻ യാത്രയും രാത്രി യാത്രയും, എന്നാൽ രാത്രിയിലെ യാത്രകൾ പല സമയത്തും ഇരുന്ന് മാത്രം ഉറങ്ങി മുന്നോട്ട് യാത്ര ചെയ്ത് ജീവിതത്തിൽ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നുവരെയും ജീവിച്ചതും ഇനിയും ജീവിക്കുകയും ചെയ്യുന്നതുവെന്ന് ഈ സമയത്ത് പറയുകയാണ്. പ്രിയരെ, നമ്മുടെ ഈ 9 നടകളുടെ ഭാഗമായി അദ്ദേഹം വളരെ ആവിഷ്കാരിക സ്വാതന്ത്ര്യത്തോടെ വളരെ കലാപരമായിട്ട് പറഞ്ഞതാണെങ്കിൽ പോലും KHC പറഞ്ഞതാണെങ്കിൽ പോലും ഇന്ന് നമുക്ക് ഒത്തിരിയേറെ ഡെവലപ്മെന്റ് ഉണ്ടായി എന്നുള്ള ഒരു കാര്യം നിങ്ങളെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഡെവലപ്മെന്റ് വിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സോണൽ ഓഫീസ്, അതിനുശേഷം നമുക്ക് ഒരു DGMs, അതിനുശേഷം GM, അതിനുശേഷം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, അതിനുശേഷം അക്കൗണ്ട്സ് ഒരു ഫൈനാൻഷ്യൽ സ്ക്രീനിങ് കമ്മിറ്റി, അഡ്വൈസറി എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അങ്ങനെ ഒത്തിരിയേറെ സംവിധാനങ്ങളെ നമ്മളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ആയതുപോലെ പ്രശ്നപരിഹാര കമ്മിറ്റി ഉണ്ടാക്കി. നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, ഒരിക്കലും തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ എന്നുള്ളത് വേറെ സത്യം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീനിയർ വളരുന്നത് ജൂനിയർക്ക് ഇഷ്ടമല്ല. ചിരിക്കണം എന്താ? ശരിയല്ലേ? സീനിയർ ഒരു പരിധി വിട്ട് വളർന്നു കഴിഞ്ഞാൽ ജൂനിയർക്ക് തീരെ പിടിക്കില്ല. അഥവാ സീനിയർക്ക് അധികം കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ ജൂനിയർ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യണ വ്യക്തിയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് നോക്കും. ഇവിടെ അങ്ങനെയുള്ള ആരും ഇല്ല കേട്ടോ. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രശ്നപരിഹാരത്തിന് മുഴുവൻ ഇവിടെ നിന്നായിരുന്നു. ആരുമില്ല, വളരെ നല്ല ആൾക്കാരാണ്. പറഞ്ഞാൽ മനസ്സിലാവും. കാരണം രാവിലെ തൊട്ട് ഒരു കാര്യം പറഞ്ഞ് ഉച്ചയായപ്പോൾ തീരുമാനം എടുത്ത് വൈകിട്ട് വീണ്ടും വന്ന് എന്നെ കണ്ടപ്പെട്ട് പറഞ്ഞു, സാറേ നടക്കില്ല എന്ന്. നമുക്കൊരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ ആദ്യം നോക്കുക അയൽവക്കത്തെ വീടിൻ്റെ കറണ്ട് പോയെന്നാ. അയൽവക്കംകാരൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. എനിക്കില്ലേലും കുഴപ്പമില്ല, അവന് ഉണ്ടാവേണ്ടിരുന്നാൽ മതി. ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും. നമ്മളുടെ നഗ്നതയെ മറച്ചു വെച്ച ശേഷം നമ്മൾ മറ്റുള്ളവരുടെ നഗ്നത കാണുവാനായി അതിലേക്ക് കുനിഞ്ഞു നോക്കുന്ന വ്യക്തികളായി മാറിപ്പോയി. അതിൽ നിന്നും പ്രിയരെ നിങ്ങൾ മാറണം. നിങ്ങളാകണം, നിങ്ങളുടെ ജീവിതങ്ങളാകണം, നിങ്ങളുടെ വ്യക്തിത്വങ്ങളായി മാറണം. ഇന്ന് ഈ സമൂഹത്തിൽ ഒത്തിരിയേറെ ആൾക്കാർ ജനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുക. അവരൊക്കെയും വന്നുപോയി മരിച്ചു. പിന്നീട് ഓർക്കുന്നുണ്ടോ? 10 ദിവസം കരഞ്ഞേക്കാം, 15 ദിവസം കരഞ്ഞേക്കാം. അത് കഴിഞ്ഞ് അവരെ ഓർക്കണ്ടോ? വളരെ ചുരുക്കം. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയെ ഓർക്കാതെ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നിങ്ങൾക്ക് നല്ല ഡ്രസ്സും നല്ല ജീവിതവും നല്ല വാഹനവും നല്ല വീടും നല്ല സൗകര്യങ്ങളും എല്ലാം നേടിയത് ഈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന മഹാപ്രസ്ഥാനത്തിൽ നിന്നാണ്. ആ മഹാപ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥമായ കൂറും അതിനോടുള്ള വിശ്വസ്തതയുമാണ് ഇന്ന് വീണ്ടും വടകര എന്ന ബ്രാഞ്ച് നല്ല രീതിയിൽ ബിസിനസ് നിന്ന് മുന്നോട്ട് പോകുന്നത്. ആ ബിസിനസ് ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തണം. പ്രിയരെ, ഇൻകം ടാക്സ് റെയ്ഡിന് ശേഷം നമ്മൾ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരുത്തി. ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി 2 സോണായി തിരിച്ചു. 2 സോണായി തിരിച്ച് സൗത്തും നോർത്തും സോണൽ ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്തു. 2 സോണൽ മാനേജർമാരെ നിങ്ങൾക്ക് തന്നു. സോണൽ DM ബിസിനസ്സും DM
അഡ്മിനും, ഡെവലപ്മെൻറ്റ് മാനേജർ, ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, അഡ്മിൻ, നിങ്ങളുടെ ഓരോ ബ്രാഞ്ചുകളിൽ നിന്നും നിങ്ങൾക്ക് നല്ല ബ്രാഞ്ച് മാനേജേഴ്സിനെ തന്നു. ഇൻകം ടാക്സ് റെയ്ഡ് നടന്നതിന് ശേഷം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അക്കൗണ്ടിൽ കിടന്ന 750 കോടി രൂപയും വളരെ പെട്ടെന്ന് തന്നെ തീർത്ത ശേഷം അക്കൗണ്ട് കാലിയായി. ഇനി വിട്ടോളാ തോമസ് കുട്ടി എന്ന് പറഞ്ഞ പലരും ഉണ്ടായിരുന്നു. അപ്പോഴും വിടാൻ പറ്റാണ്ട്, ഒരിടത്തേക്കും പോകാൻ പറ്റാണ്ട് നിന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ, ഒരു വിഡ്ഢിയായ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിഡ്ഢിയാണെന്ന് പലരും ധരിച്ചു. ഞാൻ ഒരിടത്തേക്കും പോയില്ല. പക്ഷേ വടകരയിൽ നിന്ന് പലരും പറഞ്ഞു സോജൻ മുങ്ങി. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ വടകരയിൽ നിന്ന് കൂട്ടം കൂടി ബ്രാഞ്ചിൽ നിന്നിട്ട് വീഡിയോ കോൾ വിളിച്ചു നോക്കി എന്നെ കിട്ടുമോയെന്നറിയാൻ. അതിനിടയിൽ ചിലർ പറഞ്ഞു സോജൻ ജയിലിലാണെന്ന്. പ്രിയരെ, ഇന്ന് വരെ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ചെയർമാനായിരിക്കുന്ന സോജൻ ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു തരത്തിലും ജയിൽ വാസമോ അങ്ങനെ ക്രിമിനൽ കേസിൽ പെട്ടോ വ്യക്തിയല്ല. എന്നാൽ തേജോവധം ചെയ്യുവാൻ വേണ്ടി മാധ്യമങ്ങൾ പലതരത്തിലുള്ള കുപ്രചാരണങ്ങളും പടച്ചിറക്കി പലതരത്തിലുള്ള തേജോവധം ചെയ്തു. ഒരു വ്യക്തിയെ മാക്സിമം മാനസികമായി പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലുമില്ല എന്ന് പറയപ്പെട്ട പല വാർത്തകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടെ തന്നെ പറയട്ടെ, 100 പേര് പോലും ഉണ്ടാകാതിരുന്ന പല യൂട്യൂബ് ചാനലുകളെയും 10,000 20,000 ആളുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിച്ചു. കാരണം ഏതെങ്കിലും ഒരു ചാനലിൽ വന്നാൽ പെട്ടെന്ന് തന്നെ അറിയിക്കുവാനുള്ള വ്യഗ്രതയോടെ സീനിയർക്കും ജൂനിയർക്കും എത്രയും പെട്ടെന്ന് കണ്ടോടാ എന്ന് ചോദിച്ച് വളരെ പെട്ടെന്ന് തന്നെ അയച്ച് എത്രയും പെട്ടെന്ന് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ വലിയ ഒരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിച്ച നല്ലൊരു ഫെസിലിറ്റേറ്റേഴ്സിൻ്റെ ഗ്യാങ് ഉള്ളതുകൊണ്ട് വളരെയധികം ആത്മാഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, ഏതൊരു വാർത്തയും വളരെ പെട്ടെന്ന് തന്നെ ഫേമസ് ആക്കുന്ന നല്ലൊരു സമൂഹം എന്ന് പറയുന്നത് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് വിങ് തന്നെയാണ്. സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. കാരണം 100 പേര് പോലും ഇല്ലാത്ത പല ചാനലുകളും വടകരയുടെ പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു, തലശ്ശേരിയുടെ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വന്നതിന് നിങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനം അറിയിക്കുന്ന വ്യക്തികളാണ്. ഞാനിത് വളരെ കുറ്റപ്പെടുത്തലോടെ പറഞ്ഞതല്ല. പക്ഷെ നിങ്ങളിതെല്ലാം കണ്ടതുകൊണ്ട് നിങ്ങൾ അറിയാതെ തന്നെ അവരെ വളർത്തിക്കൊണ്ടുപോയി. ആയതുകൊണ്ട് സോജൻ വി അവറാച്ചൻ എന്തെങ്കിലും സംഭവിച്ചോ? എന്തേലും സംഭവിച്ചോ? ഞാൻ ഒരിടത്തും പോയിട്ടില്ല, എനിക്ക് പോകുവാൻ കഴിയുകയുമില്ല. ഞാൻ മരിക്കും വരെ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഭാഗമായി തന്നെ കാണും. കാരണം ഈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എൻ്റെ ശ്വാസമാണ്. ഈ തലമുറ മാത്രമല്ല, വരും തലമുറയ്ക്കും തലമുറയായും ഇത് നിലനിൽക്കേണ്ടതിന് ശക്തമായൊരു അടിസ്ഥാനം ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിക്കുണ്ട്. അതിൽ നിങ്ങൾക്ക് 100% അഭിമാനിക്കാം. നമുക്ക് അതിലേക്ക് കടന്നു വരാം.